അപ്പോൾ വെൽക്കം ഓൾ ടു പാർട്ട് 2 ആൻഡ് ലെറ്റ്സ് കണ്ടിന്യൂ. പാർട്ട് 1 കാണാത്ത ആൾക്കാർ അത് പോയി കാണാം. ഇത് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പം നമ്മൾ കുവൈറ്റിലെത്തി. ഇവിടെയാണ് എൻ്റെ വല്യച്ഛനും അമ്മമ്മയും ഉള്ളത്. എൻ്റെ അമ്മ ഒക്കെ വളർന്ന് വലുതായതൊക്കെ ഇവിടെയാണ്. അപ്പൊ ഇതാണ് എൻ്റെ സുന്ദരിയായ അമ്മമ്മ മാധവി. വല്യച്ഛനാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വല്യച്ഛൻ നമ്മളെ കാണാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് നീലേശ്വരം വീട്ടിലേക്ക്. അത് കാരണം ഇപ്പൊ എനിക്ക് വല്യച്ഛനെ കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഫ്യൂച്ചറിൽ ജൂഡിനെ കൂട്ടി ഇങ്ങോട്ട് പിന്നെയും വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വല്യച്ഛനെ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാണ്ടാണ് പോയി വരാറ്. അപ്പൂനെ ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ അപ്പൂന്റെ അടുത്ത് നിന്ന് ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാൻ പാടില്ല. മാറി നിന്ന് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മയുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് പോയി കളിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പൊ ഈ സമയത്ത് എന്ത് പറഞ്ഞാലും കേൾക്കും. അവൻ എങ്ങനെയെങ്കിലും കുളത്തിലേക്ക് പോകണം. അപ്പൊ അവൻ എന്ത് പറഞ്ഞാലും കേൾക്കും. അപ്പൊ വേഗം വേഗം അവൻ ആ ബെൽറ്റൊക്കെ ഊരി കുളത്തിലേക്ക് പോവാൻ റെഡി ആയി നിൽക്കാവൻ. അപ്പു എത്തിയിട്ട് കുറച്ചു നേരം അടങ്ങിയിരുന്നു. പിന്നെ അമ്മമ്മയോട് വർത്താനം പറഞ്ഞ തീരാതെ ഇങ്ങനെ അവന് വെയിറ്റ് ചെയ്ത് മടുത്ത അവസാനം പിടിച്ചു വലിക്കാനൊക്കെ തുടങ്ങി അമ്മേനെ. പിന്നെ സൈയിട്ട് അവൻ തന്നെ ഇറങ്ങി ഓടി കുളത്തിലേക്ക്. അപ്പുന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അതുപോലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവനെ നീന്തണം. അപ്പൊ ഈ അമ്മ അവന്റെ ബെൽറ്റ് ഊരാൻ വേണ്ടിയിട്ടുള്ള ഓട്ടായിരുന്നു ഈ ഓടിയത്. പക്ഷെ അപ്പോഴേക്കും അവൻ ആ ബെൽറ്റോടെ ചാടി. ആൻഡ് ഹിയർ ഗോസ് അപ്പുവിന്റെ അലമ്പൻ കളി ബിഗിൻസ് ഹിയർ. ബാക്കി ഇനി നിങ്ങൾ കണ്ടോ, ഭയങ്കര അലമ്പൻ കളിയാവൻ. അമ്മ അവനെ നീന്താനൊക്കെ വിടുമെങ്കിലും അമ്മേന്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ്. എനിക്കും നീന്താൻ അറിയില്ല, അമ്മയ്ക്കും നീന്താൻ അറിയില്ല. പിന്നെ മഴയൊക്കെ പെയ്തതിന് ശേഷം കുളത്തിലൊക്കെ കുറച്ച് അധികം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ആഴം കുറച്ച് കൂടുതലാണ്. പക്ഷെ അപ്പൂന് അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പു നന്നായിട്ട് നീന്തും. പക്ഷെ നമ്മുടെ ഉള്ളിൽ കുറച്ച് ടെൻഷനാണ്. പക്ഷെ അപ്പു കുറച്ചും കൂടെ ഒക്കെ ദൂരെ പോകുന്ന സമയത്ത് അമ്മേന്റെ നെഞ്ചൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരിക്കും. എന്നിട്ട് അമ്മ ഇങ്ങനെ അവനെ തിരിച്ചു വിളിച്ചാലൊന്നും അവൻ വരുന്നില്ല. അവൻ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നീന്താ തൊടാ പിന്നെയും നീന്താ. ഭയങ്കര നീന്തല്ല. പക്ഷെ കാണാൻ നല്ല രസമാണ്. പക്ഷെ ഉള്ളിൽ കുറച്ച് ടെൻഷനും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഏത് നേരം ഭയങ്കര അലേർട്ടായിട്ട് നിൽക്കും. ഞാനും എൻ്റെ ഏട്ടനെ ഒക്കെ ഒരുപാട് കളിച്ചു വളർന്ന സ്ഥലമാണ് ഇത്. ഒരുപാട് കളിച്ചിട്ടുണ്ട് ഈ കുളത്തിലും. പിന്നെ ഇനി കാണാൻ പോകുന്ന നിങ്ങൾ കാണുന്ന ചാലിലൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ വരുന്ന ഒരു പ്ലേസ് ആണ് അമ്മമ്മയുടെ ഈ വീട്. പിന്നെ ഈ കാണുന്ന മുഴുവനും വലിയച്ഛൻ്റെ സ്ഥലമാണ്. ഈ വലിയച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ തോട്ടങ്ങളാണ് ഈ കാണുന്ന മുഴുവനും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ലൂസായി വിടാനൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ വേറെ ഡോഗ്സിന്റെ ശല്യങ്ങളൊന്നുമില്ല. ഈ കാണുന്ന ഏരിയ ഫുള്ള് വലിയച്ഛൻ്റെയാണ്. അപ്പു ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ട്. അമ്മ അവനെ മിക്കപ്പോഴും തറവാട്ടിൽ വരുമ്പോൾ കൂടെ കൂട്ടാറുണ്ട്. ഇവന് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ ചെറുപ്പം തൊട്ടേ ഇവിടെ വന്ന് നീന്തുന്ന ഒരാളാണ്. അത് കാരണം അവന് ഭയങ്കര എക്സ്പേർട്ടാണ് അവൻ നീന്താൻ വേണ്ടിയിട്ട്. ഇവൻ ടിപ്പുവിനെയും നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ അവന് വയസ്സായതുകൊണ്ടാ. പിന്നെ ഞങ്ങൾ ഇപ്പൊ ജൂഡിനെയും ചിലപ്പോൾ നാട്ടിൽ പോകുന്ന സമയത്ത് അവളെയും കൊണ്ടുപോകാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ ഇളക്കി വിടുന്നതിന് പേടിക്കൊന്നും വേണ്ട. സുഖമായിട്ട് അവർക്ക് ഓടിച്ചാടി കളിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഫ്രീ ആയി വിടാൻ പറ്റും. എങ്ങനെയോ ഇപ്പൊ അമ്മ അവനെ കഷ്ടപ്പെട്ട് തിരിച്ചു പിടിച്ച് കയറ്റി. ഇവിടുന്ന് തിരിച്ച് നെക്സ്റ്റ് നമ്മളെ ചാലിലേക്കാണ് പോണത്. പക്ഷെ നീന്താൻ അപ്പൂന്റെ അത്ര എക്സൈറ്റ്മെന്റ് ജൂഡിക്കോ ടിപ്പൂനോ ഒന്നുമില്ല. അപ്പൂന് തന്നെയാണ് ഇത്രയും എക്സൈറ്റ്മെന്റ് നീന്താൻ വേണ്ടിയിട്ട്.
ഇതാണ് നമ്മുടെ ചാല്. ഇവിടെ പക്ഷെ മഴ പെയ്തതിന് ശേഷം കുറച്ച് ഒഴുക്കുണ്ടായിരുന്നു. അത് കാരണം അപ്പു ഒരു സൈഡിലേക്ക് പോകുന്നുണ്ടായിരുന്നു വിട്ടപ്പോഴേക്കും. അവൻ അങ്ങനത്തെ പേടിയൊന്നുമില്ല. അവൻ നീന്തും സുഖമായിട്ട്. പിന്നെ ഇവിടെ ആഴമൊക്കെ ഭയങ്കര കുറവാണ്. അത്ര ആഴമൊന്നും ഇല്ല. പിന്നെ ലേശം ഒഴുക്കുള്ളോണ്ട് അവന് ഇപ്പൊ പറയാനറിയില്ലല്ലോ ഇപ്പൊ എന്തെങ്കിലും പറ്റുമ്പോ. പിന്നെ കാണുമ്പോ ഞങ്ങൾക്കും ടെൻഷൻ ആയതുകൊണ്ട് പിന്നെ നമ്മൾ അവനെ ലീഷില് പിടിച്ചു വെച്ചു. ഇല്ലെങ്കിൽ അവൻ അങ്ങ് നീന്തിപ്പോവും. പിന്നെ ഞങ്ങൾ വിളിച്ചാലൊന്നും തിരിച്ചു വരില്ല. അതായത് ഞങ്ങള് കുറച്ചു നേരം ലീഷിലാണ് അവനെ ഇവിടെ കളിപ്പിച്ചത്. ഞാനും എൻ്റെ ഏട്ടനൊക്കെ ചെറുതില് ഇവിടെ ഈ അമ്മയുടെ വീട്ടിലേക്ക് വരുന്നതിന് ഈ ചാലിലും കുളത്തിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്കും ഭംഗിയുള്ളൊരു നാടാണ് അമ്മേൻ്റെത്. ഈ നാടും വീടൊക്കെ ഭയങ്കര ക്ലോസ് ടു അവർ ഹാർട്ടാണ്. ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അമ്മയുടെ ഈ നാട്. ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പുവൊക്കെ കളിച്ച് ക്ഷീണിച്ച് മടുത്തു ലാസ്റ്റ് ആയപ്പോഴേക്കും. പിന്നെ അപ്പുവിന് നീന്താനൊന്നും വയ്യ. അപ്പു നേരെ അമ്മേനെ പിടിച്ച് അവിടെ റെസ്റ്റ് ചെയ്യാണ് അമ്മേന്റെ മേത്ത്. പിന്നെ നേരെ നമ്മള് കളിയൊക്കെ മതിയാക്കി തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം അമ്മമ്മയോട് ഒന്നിച്ച് കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ബാഗൊക്കെ പാക്ക് ചെയ്ത് നീലേശ്വരം പോകാൻ പോവാണ്. ഞങ്ങളുടെ വീട്ടിനടുത്ത് ഈ ഈ കുവാറ്റി വീട് ആകെ 20 മിനിറ്റ്സ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഏരിയ അങ്ങനെ അത്ര ആൾക്കാർക്ക് അറിയാൻ സാധ്യതയില്ല. കുറച്ച് ഉള്ളിലോട്ടാണ്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഇത് വരുന്നത്. നീലേശ്വരത്ത് നിന്ന് ഒരു 20 മിനിറ്റ്സും കൂടെ ഉള്ളൂ. അത്ര ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു വീട്. കുവാറ്റി എന്നാണ് ഇവിടെ പറയാറ്. അറിയോന്ന് അറിയില്ല, പക്ഷെ ഇതാണ് ഈ നാടിന്റെ പേര്. നമ്മൾ തിരിച്ച് നീലേശ്വരം വീടെത്തി. ഇതേ ടിപ്പുസു. നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എത്തി. പിന്നെ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു. പക്ഷെ അപ്പൂന് ഇപ്പോഴും കുറച്ചും കൂടി എനർജി ബാക്കിയുണ്ട്. അവന് ഇപ്പോഴും ടയർഡൊന്നും ആയിട്ടൊന്നും ഇല്ല. ഇത് കണ്ടില്ലേ, അവൻ ഒരു ഓമന കുട്ടനാണ്, ഇങ്ങനെ മയങ്ങിക്കൊണ്ടേയിരിക്കും. അമ്മ ഇപ്പൊ ഈ രാമായണ മാസം ആയതുകൊണ്ട് എല്ലാ ദിവസവും 5:30-ക്ക് രാമായണം വായിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോവും. അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ വരുന്നവരെ അമ്മേനെ കാത്ത് അപ്പു ആ ഗേറ്റിന്റെ അവിടെ ഇരുന്നോണ്ടേയിരിക്കും. അമ്മ ഒരു 5:30-ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 6:30, 6:45 ഒക്കെ ആവും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുവരെ അമ്മേനെ കാത്ത് അവൻ അവിടെ ഇരിക്കും. അത്രയ്ക്കും ഇഷ്ടമാണ് അപ്പൂന് അമ്മേനെ. അതുപോലെ അപ്പൂന് നല്ലോണം സെപ്പറേഷൻ ആങ്സൈറ്റി ഉണ്ട്. നമ്മൾ അതിനു വേണ്ടി അവനൊന്നും ട്രെയിൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൂന് അമ്മേനെ കാണാതെ ഒരു സെക്കൻഡ് ഇരിക്കാൻ പറ്റില്ല. ആ കാണുന്നതാണ് അമ്പലം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങളുടെ വീട് അമ്പലത്തിന്റെ നടയിൽ തന്നെയാണ്. അത്രക്കും അടുത്താണ് അമ്പലം. അപ്പൊ ഇനി അമ്മ വരുന്നവരെ അമ്മേനെ നോക്കിക്കൊണ്ട് അമ്പലത്തിന്റെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ കുറച്ചു നേരം ഉള്ളിലേക്ക് ആക്കിണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവൻ ഓടി വന്ന ഗേറ്റിന്റെ അടുത്തിരിക്കും. പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ അവൻ അമ്മേന്റെ ചെരുപ്പ് വാങ്ങുന്നതാണ് ആ കാണുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ വിചാരം അമ്മ ആ ചെരുപ്പ് ഇട്ടിട്ടാണ് പുറത്തു വന്നത്. അപ്പൊ ആ ചെരുപ്പില്ലെങ്കിൽ നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ ആ ചെരുപ്പ് വാങ്ങുന്നത്. അമ്മ അമ്പലത്തിൽ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അവന്റെ ഒപ്പം ഇരുന്ന് കളിക്കുന്നതാണ് ഈ കാണുന്നത്. അതിൽ അപ്പൊ ഭയങ്കര സ്മാർട്ടാണ്. ഈവൻ നേരത്തെ ആ ബെൽറ്റ് അഴിച്ചെടുക്കുന്ന ആ കാര്യം പോലെ തന്നെ അവൻ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും അവനെ ട്രെയിൻ ചെയ്യിച്ചല്ല. അവൻ തന്നെ ഇങ്ങനെ അറിഞ്ഞു ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ അവനെ ഒന്നും ട്രെയിൻ ചെയ്യിച്ചിട്ടില്ല. അമ്മയും അപ്പും തമ്മിലുള്ള ഒരു ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അവര് തമ്മില് ലൈക്ക് അറിയില്ല, അമ്മ പറയുന്ന വേഗം അപ്പുന് മനസ്സിലാവും.
അങ്ങനെ കളിച്ചിട്ട് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അപ്പു ഉറങ്ങാൻ വേണ്ടി റെഡിയായി. അപ്പു ഉറങ്ങാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ ബെഡ്ഷീറ്റ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നേരെ പോയിട്ട് ബെഡ്ഷീറ്റ് എടുത്തിട്ട് വരും. പിന്നെ അമ്മ അത് വിരിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അതിന്റെ മേലെ കിടക്കും. ഭയങ്കര ക്യൂട്ടാ അപ്പു. അപ്പൊ ഒരു വെറും പാവം കുട്ടപ്പൻ, ഒരു കുട്ടാപ്പിയാണ് അവൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പുവിന്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ ഹിസ് ലൈഫ്, ഒരു മൺസൂൺ എഡിഷൻ ഡേ ഇൻ ഹിസ് ലൈഫ്. ഇതൊക്കെ തന്നെയാണ് അവന്റെ ലോകം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. സൈനിങ് ഓഫ്, ആര്യ.